പറയണം. യേശു അത് വളരെ വ്യക്തമായി ഭംഗിയായി നിർവഹിച്ചു. പിതാവേ, നിന്റെ നാമം ഞാൻ ഇവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനാകുന്നു എന്നുള്ളത് അത് രണ്ടും ഒരേ റൂട്ട് വേർഡാണ്. ഹവ എന്നുള്ള വാക്കിൽ നിന്ന് വന്നതുകൊണ്ട് നോക്കുക, യഹോവ ഞാനാകുന്നു, ഞാനാകുന്നു. ഞാൻ ആദ്യമേ അവതരിപ്പിച്ചപ്പോഴും ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐ ആം പ്രസന്റ്. നോക്കുക, ദൈവത്തിന് മാത്രം പറയാൻ പറ്റുള്ളൂ എപ്പോഴും ഐ ആം പ്രസന്റ്. ഞാൻ എന്താണോ, ഹവ എന്ന മൂലത്തിൽ നിന്നുള്ള പദമാണ് യേശു ക്രിസ്തു അവകാശപ്പെട്ടതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ എൻ്റെ ഉത്തരം സമയം കിട്ടാതെ അവസാനിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിൽ ബഹുമാന്യനായ മോശെ പ്രവാചകനോട് ദൈവം അവകാശപ്പെട്ട നാമം അഹ്യേഹ് അശേർ അഹ്യേഹ് എന്നാണ്. യഹ്യേഹ് എന്ന നാമം യഹ്യേഹ് സ്വലാഹിനിയാലേക്കും യഹ്യേഹാണ് എന്നെ നിങ്ങളിലേക്ക് അയച്ചത്. ബഹുമാന്യനായ യേശു ക്രിസ്തു അയാം എന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ യഹ്യേഹ് എന്നാണോ പറഞ്ഞത്? ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല ഹീബ്രുവിൽ എൻ്റെ കയ്യിലുള്ള ബൈബിൾ, അത് ക്രൈസ്തവ ലോകം അംഗീകരിക്കുന്നതാണ്. അതിലുള്ളത് അനീഹു എന്നാണ്. നീ എലോഹീമിന്റെ പുത്രനാണോ എന്ന് മഹാപുരോഹിതന്റെ ചോദ്യത്തോട് അത്ത അമർത്ത അനീഹു, ഞാൻ അവനാകുന്നു, ഞാൻ ദൈവപുത്രനാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന രീതിയിൽ അത് 3 സുവിശേഷങ്ങളിലും 3 രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ 3 എടുത്ത് വന്നപ്പോഴും അനീഹു എന്നാ ഉപയോഗിച്ചത്, അഹ്യേഹ് എന്നല്ല, ഹവ എന്ന മൂലത്തിൽ നിന്നല്ല. പിന്നെ മൂപ്പർക്ക് ഒരു സംശയം, ഖുർആനിൽ യഹോവ എന്നുണ്ടോ? ബൈബിളിലെ ഏക സത്യ ദൈവമായ ദൈവത്തിന്റെ പേര് യഹോവ ബൈബിൾ അംഗീകരിക്കുന്നത് വെച്ച ചർച്ച ഖുർആന്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെ ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി, യഹോവയെ കുറിച്ച് ഞാനൊരു കാര്യം, വേദശബ്ദ രത്നാകർ എന്ന് പറയുന്ന ബൈബിൾ നിഘണ്ടു ഞാനുണ്ടാക്കിയതല്ല, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ബാബു പോൾ സാറിൻ്റെതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ടത്, ദൈവത്തിന്റെ പേരുകൾക്ക് ഒരു പട്ടിക ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ പലരുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ പേര് യാഹ്വേ തന്നെ. യോദ് ഹെയ്ത്ത് വോവ് ഹെയ്ത്ത് എന്ന ചതുരക്ഷരി പഴയ നിയമത്തിൽ 7000-ഓളം ഇടങ്ങളിൽ കാണാം. കൃത്യമായ ഉച്ചാരണം അറിവില്ല. പ്രവാസ ഭൂമിയിൽ എവിടെയോ ഇത് കൈമോശം വന്നു. യാഹ്വേ ഉച്ചരിച്ചുകൂടായിരുന്നല്ലോ, ഉച്ചരിക്കാമായിരുന്നത് അഡോണ എന്നാണ്. ഈ പദത്തിന്റെ സ്വരാക്ഷരങ്ങളും യാഹ്വയുടെ വ്യഞ്ജനങ്ങളും ചേർത്ത് എഴുതുന്ന രീതി യാഹ്വേ ഉച്ചരിക്കരുതാത്ത ശബ്ദം എന്ന് അനുസ്മരിപ്പിക്കാൻ തുടങ്ങിയതാണത്രേ. ഇത് മനസ്സിലാകാതെ മധ്യശതകങ്ങളിൽ ക്രിസ്തുവിന് പിന്നീട് 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ക്രിസ്ത്യാനികൾ യഹോവ എന്ന് എഴുതാൻ തുടങ്ങി. ഞാൻ എഴുതാൻ മുഴുവൻ വായിക്കാൻ എനിക്ക് സമയമല്ല, എൻ്റെ സമയം ആകെ 2 മിനിറ്റ്. നോക്കുക, അവിടെ ഒന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ശേഷം പറയാണ്, ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം. അപ്പൊ യഹോവ പറയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു, പക്ഷെ ഞാൻ ആകുന്നു എന്നുള്ളവൻ, ഞാനാകുന്നു. ഈഗോയമി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കുക, പുതിയ നിയമം ഇറങ്ങിയിരിക്കുന്ന ഭാഷ ഗ്രീക്കാണ്. അതിൽ ഈഗോയമി, ആ ഈഗോയമി അന്നത്തെ ശിഷ്യഗണങ്ങൾ അതേവണ്ണം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി കിട്ടിയ പുതിയ നിയമ ഗ്രന്ഥം അനുസരിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തി തന്നെ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം തന്നെയാണ്. ഇനി പണ്ഡിതന്മാരെ ഉദ്ധരിക്കാൻ പോയാൽ അള്ളാഹു എന്ന വാക്കിനെ സംബന്ധിച്ച് 20ഓളം അഭിപ്രായങ്ങളുണ്ട്. അള്ളാഹു എന്നുള്ള വാക്ക് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് 20ഓളം അഭിപ്രായമുണ്ട്. ഞാൻ അവരുടെ ഓരോരുത്തരുടെയും തബരി മുതൽ ഇങ്ങോട്ട് ഓരോരുത്തരെ അങ്ങ് നിർത്തി കഴിഞ്ഞാൽ അതിന് തന്നെ ഇവിടെ സമയം പോരാണ്ട് വരും. അൽ ഇലാഹ്, അത് ലോപിച്ചാണ് അള്ളാഹു എന്നുള്ള പദമുള്ളത്. ഇനി ഹെറോഡോട്ടസിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്ക്. അവിടെ യഹോവ എന്നുള്ളൊരു ആകാശദേവത ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. യഹോവ എന്നുള്ളൊരു ആകാശദേവത. അതുപോലെ തന്നെ അബ്ദുള്ള, അപ്പൊ അള്ളാഹിക്ക് മുമ്പ് ഒരല്ല ഉണ്ടായിരുന്നു, അതേതല്ല. അങ്ങനെ പണ്ഡിതന്മാരെ ഉദ്ധരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പല വിധത്തിൽ എനിക്ക് അവതരിപ്പിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം ബൈബിളിനെ അടിസ്ഥാനമാക്കി, നമ്മുടെ വിഷയത്തിന്റെ ആധാരം അതാണ്. ബൈബിളിനെ അടിസ്ഥാനമാക്കി യേശു ദൈവമാണോ? അത് വളരെ അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം വളരെ വ്യക്തമായി ഉദ്ധരിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞാലും മത്തായി 14-ാം അധ്യായത്തിൽ കടലിന്മീതെ ഇതാ അദ്ദേഹം യേശു നടന്നു വരികയാണ്. കടലിന്മീതെ നടക്കുന്നത് ഏത് പ്രവാചകനും നടക്കാൻ സാധിക്കുക? അപ്പൊ അവിടെ ആ അത്ഭുതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
അവിടെ ഞാനാകുന്നു എന്നുള്ള പദപ്രയോഗം യേശു നടത്തി. അപ്പൊ ഇത് ആരോടാ പറഞ്ഞേ? അത് മനസ്സിലാകുന്ന, പഴയ നിയമത്തിൽ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് ഈ കാര്യം രേഖപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ആ അവരെന്താണ് അർത്ഥമാക്കിയത്, അവരെന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കിയിരിക്കുന്നത്, ആ അർത്ഥം ഗ്രഹിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യകത. അല്ലാണ്ട് നമ്മൾ അതിന് അർത്ഥം കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഞങ്ങളും തത്തുല്യമായി ഖുർആൻ പഠിക്കുമ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്ന അതാണ്. അതിന്റെ അസ്ബാബ് ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുക. ഇനി വ്യത്യാസം പറഞ്ഞല്ലോ, ഖുർആനിലെ ഓരോ സബ്ജക്റ്റ് എടുക്കുക, അവിടെയും തത്തുല്യമായ വ്യത്യാസം കാണാൻ സാധിക്കും. ഓരോ വിഷയത്തെ സംബന്ധിച്ച് നിരത്തി പിടിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മറിയം നബിയെ സംബന്ധിച്ചുള്ള കാര്യം അദ്ദേഹം സാന്ദർഭികമായിട്ട് പറഞ്ഞപ്പോ മറിയം നബിയുടെ ഗുഹ്യസ്ഥാനത്തേക്ക് ഊതി, അതിന്റെ പദം ഞാൻ പറയുന്നില്ല. ഇല്ല, ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, മൂപ്പര് മറുപടി പറയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഹോവ എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് വിഷയം. അതിന് മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ മൂലപദം കൂടി ഉൾക്കൊള്ളുന്ന യഹിയേഹാണ് എന്ന് പറഞ്ഞിട്ട് ഞാനാകുന്നു നിങ്ങൾ പലതവണ മലയാളത്തിൽ റിപ്പീറ്റ് ചെയ്തതിൻ്റെ ഹീബ്രു പദം എന്താണ് ഹീബ്രു ബൈബിളിലുള്ളത്? ഞാൻ ആവർത്തിച്ചല്ലോ, അനീഹു എന്നാണ് യഹിയേഹ് എന്നെല്ലാം. യഹോവ എന്നതിൻ്റെ റൂട്ടിൽ നിന്ന് വരുന്ന പദമല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹോവ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ യഹിയ എന്ന പദത്തിലേക്ക് ചാടിയപ്പോൾ പഴയ നിയമത്തിൽ മലയാളത്തിൽ ഞാനാകുന്നു എന്ന അർത്ഥം പുതിയ നിയമത്തിൽ എവിടൊക്കെ ഞാനാകുന്നു അതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിക്കുന്നതല്ല യഹിയ എന്ന് പുതിയ നിയമത്തിൽ കാണിച്ചു തരും. അതുമില്ല. പ്രിയപ്പെട്ട സഹോദര, യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് ബൈബിൾ ഉപയോഗിച്ച് പിന്നെ മറിയം നബി, ഞങ്ങളാരും മറിയം നബിയാന്ന് വിശ്വസിക്കുന്നില്ല. പുരുഷന്മാർ മാത്രം നബിമാരായി പ്രവാചകന്മാരായി വരുമെന്നാണ് ഇസ്ലാമിക വിശ്വാസം. മറിയം ബീവി എന്നൊക്കെ ഞങ്ങളൊക്കെ പറയാറുണ്ട്, നബി എന്ന് ഞങ്ങളാരും പറയാറില്ല. അത്തരം പരാമർശങ്ങളൊന്നും ഈ വിഷയത്തോടു കൂടിയുള്ള നിങ്ങൾ അടുപ്പത്തെയാണ് കാണിക്കുന്നതെന്നാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു. ഏക സത്യ ദൈവത്തിന്റെ നാമമായി ബൈബിൾ പരിചയപ്പെടുത്തിയ ഇരമ്യാവ് 10:10 യെശയ്യാവ് 48:2 യെശയ്യാവിന്റെ 51:15 55:4 ഇങ്ങനെ പലയിടങ്ങളിൽ ബൈബിൾ പലതവണ ആവർത്തിച്ച് ഏക സത്യ ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച യഹോവ എന്ന പദം ദൈവത്തിന്റെ നാമമായി യേശുവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ മൂലപദം ഞാനാകുന്നു എന്ന സുവിശേഷ പ്രസംഗത്തിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെന്ന് കിട്ടണമെന്നാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉത്തരം എന്തായാലും ബൈബിളിലില്ല. അദ്ദേഹം ഉദ്ദേശിച്ച തരത്തിലുള്ള ഉത്തരം ബൈബിളിലില്ല. ബൈബിളിന്റെ ഉത്തരം ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ബൈബിളിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം 1500 വർഷം ദീർഘമായ ഒരു കാലയളവിനകത്ത് രേഖപ്പെടുത്തി തന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. അതുകൊണ്ട് നോക്കുക, കാലഘട്ടത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ 1500 BC മൂസ അതെഴുതുമ്പോൾ, മോശ അതെഴുതുമ്പോൾ ഈ കാര്യം സംഭവിക്കുന്നത് 1500 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ 1500 വർഷങ്ങൾക്ക് ശേഷം ഇത് സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ഗ്രീക്ക് ഭാഷ ആഗോള ഭാഷയാണ്. 250 BC സെപ്റ്റിജിന്റ് എന്ന് വെച്ചാൽ എബ്രായ ബൈബിൾ ഗ്രീക്ക് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അന്നത്തെ ജനത ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ സെപ്റ്റിജിന്റ് ബൈബിളാണ്. ഹീബ്രു ബൈബിൾ ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. സെപ്റ്റിജിന്റ് ബൈബിളാണ് പൊതുവെ ജനം ഉപയോഗിക്കുന്ന ഭാഷ. ബൈബിളിന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ലോകത്തിൽ അത് സ്വന്തം ഭാഷയിൽ അത് വായിക്കാൻ തക്കവണ്ണം ബൈബിൾ എല്ലാ ഭാഷയിലും ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർവശക്തനായ ദൈവത്തിനറിയാം ഓരോ കാലഘട്ടത്തിൽ വിവിധ ഭാഷകളിലാണ് ഇവിടെ ആയിരിക്കുന്നതെന്ന് സർവശക്തനായ ദൈവത്തിനറിയാം. അതുകൊണ്ട് സെപ്റ്റിജിന്റാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പോലും ഉദ്ധരിച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ വാക്കുകൾ എടുത്തിരിക്കുന്നത് സെപ്റ്റിജിന്റ് ബൈബിളിൽ നിന്നാണ്. ആ സെപ്റ്റിജിന്റ് ബൈബിളിൽ എന്താണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഹീബ്രു
ബൈബിൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പഴയ നിയമത്തിന്റെ സെപ്റ്റുജന്റിൽ എന്തായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഈഗോയിമി എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ഒരു പഠനത്തിനും കൂടി മുതിരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഞാൻ മറിയം ബീവി എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഞാൻ ബെല്ല് കേട്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു പോയപ്പോൾ അങ്ങനെ നബി എന്ന് കേട്ടുപോയതായിരിക്കും. അപ്പൊ നോക്കുക, ദൈവത്തിന് ചേരാത്ത കാര്യങ്ങളെന്ന് പറയുന്നു, യേശു ചെയ്തു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ ഒഫൻഡ് ചെയ്യാൻ പറയല്ല, അള്ളാഹുവിന് ചേരുന്ന കാര്യമാണോ ഈ സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്ത് ഊതാൻ? ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്ന, ഒരിക്കലും നിങ്ങളെ ഇത് ചെയ്യാനായിട്ട് പറയുന്നതല്ല. കാരണം എന്താണെന്നറിയോ, ദൈവത്തിന് ചേരാത്ത കാര്യങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ബൈബിളിൽ നിന്ന് യേശുവിനെ സംബന്ധിച്ച് അവതരിപ്പിച്ചെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഖുറാനിൽ തത്തുല്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തുല്യമായിട്ട് പഠിക്കുന്നത്, അതിലും കൂടി എടുത്ത് നിങ്ങളൊന്ന് പഠിക്കണം. അപ്പൊ പരിശോധിക്കുമ്പോൾ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ചില മെത്തേഡ്സ് ഉണ്ട്. നോക്കുക, വ്യാഖ്യാനിക്കാനായിട്ട് ചില മെത്തേഡ്സ് ഉണ്ട്. അത് ആഗോളമായിട്ട് എല്ലാവരും സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡ പ്രകാരം നമ്മുടെ സഹോദരൻ മറുപടി കിട്ടാതായപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നിനും ഇതുവരെ വ്യക്തമായ മറുപടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ മറ്റ് വിഷയങ്ങളിലേക്ക് ചാടിക്കടന്ന് രക്ഷപ്പെടാനുള്ള ഉദ്ദേശിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി പറഞ്ഞില്ല. അപ്പം രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം. ഉദാഹരണമായിട്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞു ഗുഹ്യസ്ഥാനത്ത് ഊതിന്ന്. സഹോദര, ആരാണ് അത് പറഞ്ഞത്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ ഖുർആനിലുണ്ടോ ഈ ഗുഹ്യസ്ഥാനത്ത് നിന്ന്? എന്തിനാ അതിലില്ലാത്തതൊക്കെ പറഞ്ഞ് വെറുതെ ജനങ്ങളെ? അതൊക്കെ നിങ്ങൾ ഈ സുവിശേഷ പ്രസംഗം സ്വന്തം ആളുകളെ വെച്ച് നടത്തുമ്പോഴേ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം അള്ളാഹ്ക്ക് 20 പേരുണ്ട്. ഇദ്ദേഹം അബ്ദുള്ള, സഫിയുള്ള, ഹബീബുള്ള, ഈ കാണുന്ന പേരൊക്കെ അള്ളാഹിൻ്റെ പേരാണെന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത്. ഒന്ന് മുലാഫ്, ഒന്ന് മുലാഫിലേ, അതൊക്കെ അള്ളാഹിൻ്റെ അടിമ, അള്ളാഹിൻ്റെ അടിയാറുകൾ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, ഈ അർത്ഥത്തിനാണ് ഉപയോഗിച്ചത്. അതല്ലാതെ അതൊന്നും അള്ളാഹിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. അള്ളാഹിൻ്റെ മറ്റുള്ളവരെ സംബന്ധിച്ചാണ്, അള്ളാഹിൻ്റെ അടിമകളെ സംബന്ധിച്ചുള്ള അവർക്കുള്ള പേരുകളാണിത്. ഇദ്ദേഹം പറഞ്ഞ 20ഓളം പേരുകൾ. അൽ ഇലാഹ് അങ്ങനൊന്നുമില്ല, വെറുതെ പറയാം. അതായത് ഇതൊക്കെ ഇതിൻ്റെ മൂലപദം ഏതാണ്? അറബി ഭാഷയാണെങ്കിലും മലയാള ഭാഷയാണെങ്കിലും ഓരോന്നിന് മൂലപദം ഉണ്ടാവും. അത് ചർച്ച ചെയ്താവാം അദ്ദേഹം അത് അള്ളാഹിൻ്റെ പേരാണെന്ന് മനസ്സിലാക്കിയതാണ്. അതായത് അപ്പം ഈ അദ്ദേഹം മറുപടി പറയേണ്ടത്, യഹോവ എന്നുള്ള പേര് ഏതെങ്കിലും ബൈബിൾ ഗ്രന്ഥത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഈ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഉദ്ധരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇതുവരെ അതിനെ സംബന്ധിച്ച് തൊട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ മാതിരി അയാം സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രക്ഷപ്പെടാന്നല്ലാതെ ഈ ഒരു ഉദ്ധരണി മാത്രമാണ്, അന എന്ന് പറഞ്ഞൊരു ഉദ്ധരണി ഉണ്ട്, അത് മാത്രമാണ് അദ്ദേഹത്തിനിക്ക് യേശുക്രിസ്തു ദൈവമാക്കാൻ തെളിവെങ്കിൽ അതുകൊണ്ട് മോശെ ദൈവമാകണ്ടേ? ഇതൊന്നും ചോദിച്ചിട്ട് അതിനൊന്നും മറുപടി ഇല്ല. യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനും മറുപടി ഇല്ല. അതുകൊണ്ട് അതിനാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹം ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഖുറാൻ 66-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ ആയത്ത്, ഇമ്രാന്റെ പുത്രി മറിയമിനെയും ഉദാഹരണമായി അല്ലാഹു ഇരിക്കുന്നു. തൻ്റെ ഗുഹ്യസ്ഥാനം ഭദ്രമായി സൂക്ഷിച്ചവരാണവർ. അങ്ങനെ നാം നമ്മുടെ ആത്മാവിൽ നിന്ന് അതിൽ ഊതി. ഏതിലൂതി? ഉത്തരം വേണ്ട. നോക്കുക, അപ്പം ഞാൻ പറഞ്ഞത്, ഹ്യൂമൻ കോൺസെപ്റ്റ്സ്, what we have to understand is that even in Quran there are statements which is similar to human അഥവാ anthropomorphological language ഖുറാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അത് മനസ്സിലാക്കുന്നു, ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം അത് മറിയം ബീവിയുടെ കാര്യം പരാമർശിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് നോക്കുക, ബൈബിൾ ഇറങ്ങിയിരിക്കുന്ന ഭാഷ പ്രകാരം അതത് കാലഘട്ടത്തിൽ ഏത് ഭാഷയാണോ വ്യവഹരിച്ചിരുന്നത്, ആളുകൾക്ക് നോക്കുക, കമ്മ്യൂണിക്കേഷൻ. എന്തിനാണ് ഭാഷ നൽകിയിരിക്കുന്നത്? എന്തിനാണ് ഭാഷ നൽകിയിരിക്കുന്നത്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇന്ന് എൻ്റെ അനേകം ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് അറബി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അർത്ഥം അറിയാണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരു ഭാഷ നൽകുന്നത് ആശയത്തിൻ്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ആശയം വ്യക്തമാക്കാൻ. ആ ആശയം അവരുടെ ഇടയിൽ എങ്ങനെ വ്യവഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓരോ കാലഘട്ടത്തിലും ഭാഷയുടെ വ്യവഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ചെത്തെന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇന്ന്. ചെത്തെന്നുള്ള പദം
ഒരു 1000 വർഷം, ഒരു 25 വർഷം മുമ്പ് ചെത്തെന്നുള്ള പദത്തിന് എന്തായിരുന്നു അർത്ഥം? ചിന്തിക്കുക. കള്ള് കയറി ചെത്ത് പയ്യെന്ന് പറഞ്ഞാൽ ചെത്തുന്ന 25 വർഷം മുമ്പ് ഒരു അർത്ഥം വ്യത്യാസമുണ്ട്. അപ്പോൾ 25 വർഷം കഴിഞ്ഞ ശേഷം പുതിയൊരു പദം രൂപം, ഒരു അർത്ഥം തന്നെ ആ ഭാഷയ്ക്ക് രൂപം കൊണ്ടു. ഞാൻ പറയട്ടെ, ഖുർആനകത്തും ഓരോ വാക്കിനും 2-3 അർത്ഥങ്ങളുണ്ട്. 2-3 ചിലതിനൊക്കെ അർത്ഥം കുറേ ഉണ്ട്. അതിന്റെ ട്രാൻസ്ലേഷൻ എങ്ങനെ വന്നിരിക്കുന്നത്? അള്ളാഹു പ്രാർത്ഥിക്കുന്ന, ഇപ്പൊ സ്വലാത്ത് എന്നുള്ള പദം അൽ-അസബ് 33-ാം അധ്യായത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുക. അവിടെ സ്വലാത്ത് എന്നുള്ള പദത്തിന് എന്താ അർത്ഥം? അള്ളാഹുവിനുള്ള ബന്ധത്തിൽ മാത്രം പറയുകയാണ് അനുഗ്രഹം എന്നാണെന്ന്. പഴയ അറബി നിഘണ്ടുക്കളൊക്കെ എടുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്ന് പറഞ്ഞാൽ, ആ വാക്കുകൾ എങ്ങനെ വ്യവഹരിക്കപ്പെട്ടു അതത് കാലഘട്ടത്തിൽ, ആ വ്യവഹാര ഭാഷയ്ക്കനുസരിച്ച്. നമ്മളെ ചോദ്യം ചെയ്യുന്നത് യേശുവിനെ കുറിച്ച് യഹോവ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പോൾ മൂപ്പര മറുപടി എന്താ അറിയോ? ഖുർആനിൽ ഗുഹ്യസ്ഥാനം എന്ന് പദമുണ്ട്. ബൈബിൾ ഞാൻ എടുത്ത് വായിച്ച അതിൻ്റെ രസം ഈ സദസ്സിൻ്റെ മുന്നിൽ വായിക്കാൻ പറ്റാത്ത അനേക പരാമർശം അതിലുണ്ട്. കൂട്ടത്തിലൊന്ന് പറയുന്നു. എവിടെയാണ് നിങ്ങൾ ആ പറഞ്ഞ പരാമർശം ഉള്ളത്? നിങ്ങൾ പറഞ്ഞ അറബി പഠിച്ചിട്ട് നമുക്കാർക്ക് ഒരു വിവരമില്ല, സമ്മതിച്ചു, ഓക്കെ. വിശുദ്ധ ഖുർആൻ മുന്നിലെടുത്ത് വെച്ച് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുമല്ലോ. വിശുദ്ധ ഖുർആനിൽ ആ ആയത്തിൽ എവിടെയാണ് ഗുഹ്യസ്ഥാനത്തിൽ ഊതി എന്നുള്ളത്? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു പരാമർശം ഈ വേദി നടത്തിയതുകൊണ്ട് എൻ്റെ ചോദ്യം ഗുഹ്യസ്ഥാനത്തിൽ ഊതിയോ ഇല്ലെന്നായിരുന്നില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹോവ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ്. മൂപ്പർ അപ്പോൾ അതിന് മറുപടിയില്ല. അവിടെ വേറെ ഏതൊക്കെയോ ആയത്തോ ഹദീസോ ഒക്കെ എടുത്ത് നമ്മുടെ ചർച്ച ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാവുന്ന തെളിവുകളുടെ കുറിച്ചാണ് ചർച്ച. യഹോവ എന്ന് ഏകസത്യ ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച പദം യേശുവിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്ന ചോദ്യം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നടത്തിയ വേണ്ടാത്ത ഒരു പരാമർശത്തിന് അതിന് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾ പരിഭാഷ വായിച്ച് ജീവിക്കുന്നവരല്ല, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. ഇപ്പോൾ ജോൺസൺ സാറിന് അറിയാം, ഞങ്ങളും മുജാഹിദുകളും തമ്മിൽ അടിസ്ഥാനപരമായ എന്താ വ്യത്യാസം ചോദിച്ചാൽ മൂപ്പരും ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ പരിഭാഷയുടെ അടിസ്ഥാനത്തിലല്ല, നന്നായിട്ട് 10, 15, 20 വർഷം ഖുർആനും അറബിയും തഫ്സീറും ഒക്കെ ഓതി പഠിച്ചിട്ട് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം എന്താണ് ഞങ്ങൾ പഠിച്ചതും മനസ്സിലാക്കിയതും. അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ ഇരിക്കുക, ഒരു വ്യവസ്ഥ എഴുതുക, ഖുർആൻ അങ്ങനെ പദമുണ്ടോ, അതിൻ്റെ അർത്ഥം എന്താ, അറബി ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീനിങ് എന്താ, ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കാകാവുന്ന ഭാഷകളിലൊക്കെ ആകാം. പക്ഷേ എൻ്റെ ചോദ്യത്തിനൊന്ന് മറുപടി പറഞ്ഞിട്ട് പോകണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏകസത്യ ദൈവത്തിന് വേണ്ടി മാത്രം ബൈബിൾ ഉപയോഗിച്ച യഹോവ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ ബൈബിളിലില്ല. ബൈബിൾ വ്യവഹരിക്കുന്ന രീതിയിലെ കാര്യം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പല കാര്യങ്ങളും മുൻപ് പരാമർശിച്ച കാര്യത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകമായിട്ട് എന്നുള്ള ഒരു വിഷയം ഞാൻ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചതല്ല. ഇതുവരെ അവതരിപ്പിച്ച വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ തത്തുല്യമായി എൻ്റെ പ്രിയ മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് ഞങ്ങളും ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ അവതരിപ്പിച്ചത്. അതല്ലാണ്ട് ആ പരാമർശങ്ങളൊന്നും അത്തരത്തിലുള്ളൊരു പരാമർശമല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന് ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ ബൈബിളിൽ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ. ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ബൈബിളിൽ ഇല്ല എന്നാ ഉത്തരം. എന്താ ഞാൻ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ പരാമർശങ്ങളിൽ വന്നു ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏകസത്യ ദൈവത്തിനെ കുറിച്ച് മാത്രം ഉപയോഗിച്ച പദം യഹോവ എന്നാകുന്നു. അതല്ലാത്ത പദങ്ങളെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെട്ടതാണ്. യഹോവ എന്ന ഏകസത്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന പദം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ചോദ്യത്തിലും വിശദീകരണത്തിലും നേരത്തെ നിങ്ങൾ ചോദിച്ച ഉത്തരങ്ങൾക്കുള്ള മറുപടികളിലും ആവർത്തിച്ച് ഞാൻ പറഞ്ഞത് ഏകസത്യ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം യേശുവിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ്. അത് ഇല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ ചർച്ച കൂടിയത് ഫലവത്തായിരിക്കുന്നു, അൽഹംദുലില്ലാ. അതാണ് എനിക്ക് പറയാനുള്ളത്.
ഏക സത്യ ദൈവത്തിന് വേണ്ടി മാത്രം ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന പദം, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതാണ് ആവർത്തിച്ച് ചോദിച്ചത്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി. ഈ വേദിയിൽ വെച്ച് നിങ്ങളത് സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ സുന്ദരമായി വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം പകർന്നു തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നതിന്റെ മൂലപദമായി ഉപയോഗിച്ചിരിക്കുന്ന ആ പദം ഏക സത്യ ദൈവം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അൽ ഇലാഹ്, ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം, അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവം. വിശുദ്ധ ഖുർആൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഖുൽ തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, ഏക സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശത്തിലേക്ക് പ്രിയ സഹോദരങ്ങളെ കടന്നു വരൂ. നിങ്ങൾക്ക് ഏക സത്യ ദൈവമാണ് എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്ഥാപിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ഞങ്ങൾ ഉദ്ദേശിച്ച സന്ദേശത്തിലേക്ക്, വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്ന സന്ദേശത്തിലേക്ക് കടന്നു വരൂ. ആ സന്ദേശം നിങ്ങളോട് വ്യക്തമായി പറയുന്നത് വലാ നുശ്രിക ബിഹി ശൈഅൻ, അല്ലാഹു ആകുന്ന ഏക സത്യ ദൈവത്തോടു കൂടി ഒരാളെയും പങ്കു ചേർത്തുകൂടാ. ഞാൻ എൻ്റെ ചോദ്യാവസരമായതുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ബഹുമാന്യനായ യേശു ക്രിസ്തുവാണ് മൂലമാണ് സകലതും ഉളവായതെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ കുറിച്ച് പറയാമോ? അദ്ദേഹം ഉദ്ധരിച്ചത് നോക്കുക. നമ്മുടെ ചർച്ചാ വിഷയം യേശു ദൈവമാണോ എന്നുള്ളതാണ്. ആവർത്തിച്ച് അത് സഹോദരൻ പലതരത്തിൽ വായിച്ചു. യേശു ദൈവമാണെന്നുള്ള കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം ഞാൻ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. യേശു ദൈവമാണോ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം അവതരിപ്പിച്ച യോഹന്നാൻ 17 നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കുക, ഏക സത്യദൈവമായ നിന്നെയും, ഏക സത്യദൈവമായ യഹോവ എന്നുള്ള പദമല്ല, ഏക സത്യദൈവമായ യഹോവ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഏക സത്യദൈവമായ യഹോവ എന്നുള്ള പദം അവിടെ ഉണ്ടോ? ഒരിക്കലുമില്ല. ആ ഏക സത്യദൈവം എന്ന് മാത്രം അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏക സത്യദൈവം ആരാണ്? യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് തന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയാണ്, അവനാണ് സത്യദൈവം, യേശു ആണ് സത്യദൈവം. വളരെ ക്ലിയർ അല്ലേ? അതുകൊണ്ട് നോക്കുക, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയവും ഞാൻ അവതരിപ്പിച്ചതും വെച്ച് വളരെ വ്യക്തമായി യേശു ദൈവമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. ഇന്ന് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാത്ത എല്ലാവരും, അവിടെ 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്വർലോകര്, ഭൂലോകര്, അധോലോകര്. പിതാവിന്റെ മഹത്വത്തിനായി യേശു കർത്താവ് എന്ന് ഏറ്റുപറയേണ്ടി വരും. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുക. യേശുവിനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിരത്തി വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു യേശുവിന് മുമ്പുള്ള കാര്യങ്ങളുണ്ട്, ജനിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിപ്പെട്ട കാര്യങ്ങളുണ്ട്, മരിച്ച സ്വർഗത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന അതിനുശേഷമുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെയും കൂടി പഠിച്ച ശേഷം ആരാണ് യേശു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ഈ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നിത്യജീവന ഉടമയായി തീരുവാൻ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അവന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വചനത്തിൽ ഏകസത്യ ദൈവമായ നിന്നെയും എന്ന് പറഞ്ഞുകൊടുത്ത് യഹോവ എന്ന് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദര, ബൈബിളിൽ പലയിടത്തും ഞാൻ ഉദ്ധരിച്ചു ഏകസത്യമായ ദൈവം. ഇരമ്യാവ് 10:10 ഉൾപ്പെടെ പലയിടത്തും ഏകസത്യമായ ദൈവത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച് യഹോവ എന്ന് ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ നാമം യേശുവിനെ കുറിച്ച് ഉണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നിങ്ങൾ ഉദ്ധരിച്ച വാക്യം എന്താ? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും എന്നാണ് നിങ്ങൾ പറഞ്ഞ വാക്യത്തിന്റെ ബാക്കി. അതെന്താ നിങ്ങൾ പറയാഞ്ഞ്? നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വചനമാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. യേശു ക്രിസ്തു താൻ അയക്കപ്പെട്ടവനാണെന്നാണ്. ഏകസത്യ ദൈവമായ നിന്നെ എന്ന് പിതാവിനെ അഭിസംബോധന ചെയ്യുകയാണ്. ഏകസത്യമായ ദൈവം എന്ന് പറഞ്ഞ ബൈബിൾ പലതവണ പറഞ്ഞു യഹോവയാണെന്നാണ്. അത് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വെപ്രാളത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ 2ാമത്തെ ചോദ്യം ചോദിച്ച് നിങ്ങൾ മറന്നുപോയി എന്ന് തോന്നുന്നു. യേശു ക്രിസ്തുവാണ് സകലത് ഉളവാകാൻ കാരണക്കാരൻ എന്ന ബൈബിളിലെ പരാമർശം നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായ ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് കാണിക്കാമോ? സമ്പൂർണമായ ഇല്ലായ്മയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിച്ചതുപോലെ, അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെല്ലാം വിശദീകരിക്കുന്നത് പോലെ തന്നെ
സമ്പൂർണമായ ഇല്ലായ്മയിൽ നിന്ന് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് യേശുക്രിസ്തു ഉരുവം കൊടുത്തതായ ഒരു ഉദ്ധരണി നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുമോ, കാണിക്കാൻ കഴിയുമോ? എൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നിട്ടില്ല. ഏകസത്യ ദൈവം എന്ന് യഹോവ എന്ന് പരാമർശിച്ചില്ല എന്ന പദത്തിന്റെ ബാക്കി താൻ അയക്കപ്പെട്ടവനാണ്, റസൂലാണ് എന്നാണ് പറയുന്നത്. ഏകസത്യ ദൈവത്തിന്റെ നാമം ബൈബിൾ പരിചയപ്പെടുത്തിയത് യഹോവയാണ്. അത് നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ പേരിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യം നമ്പർ 2 വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. സമ്പൂർണമായ ഇല്ലായ്മയിൽ നിന്ന് പൂർണ്ണമായ ഒരു സൃഷ്ടിയെ ഉത്ഭൂതമാക്കാൻ യേശുക്രിസ്തുവിന് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉദ്ധരിക്കുക. നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അയക്കുക എന്നുള്ള പദം അത് മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്ന് വെച്ചാൽ അയക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ബൈബിളിൽ എങ്ങനെയാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്? നോക്കുക, യേശു പിതാവ് പുത്രനെ അയച്ചു. ശരിയാണ്, ബൈബിളിൽ അങ്ങനെ ഉണ്ട്, അയച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എനിക്കെൻ്റെ ഫോട്ടോ അയക്കാം. അതായത് നമ്മൾ 3 ഡയമെൻഷണൽ ജീവിയാണ്. 2 ഡയമെൻഷനിലേക്ക് എനിക്ക് എൻ്റെ ഫോട്ടോ അയക്കാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോൾ എൻ്റെ ചിത്രം നോക്കുക, അവിടെ ഇതിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ലാപ്ടോപ്പിനകത്ത് ഞാനിപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, ഐ ആം സെൻഡിങ് മൈ ഇമേജ്. എൻ്റെ ഇമേജ് മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ലാപ്ടോപ്പിനകത്തേക്ക് എൻ്റെ ഇമേജ് അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നെറ്റ് വഴി കണക്ട് ചെയ്ത് ലോകത്തിൻ്റെ എമ്പാടത്തേക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഞാൻ പ്രത്യക്ഷനാവും. അപ്പോൾ അയക്കുക എന്ന് പറഞ്ഞാൽ നോക്കുക, എബ്രായ ലേഖനം 1-ാം അധ്യായം വായിച്ചാൽ അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ 3-ാം വാക്യത്തിൽ ഹി ഈസ് ദ എക്സാക്ട് representation. He is not representative. Exact representation. യേശുവിനെ കുറിച്ച് പറയാണ്, യോഹന്നാൻ 1:14 പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി ഞാൻ കണ്ടു. യോഹന്നാൻ പറയാ. എന്താണ് അതിൻ്റെ അർത്ഥം? നോക്കുക. അപ്പോൾ കൊലോസ്യ ലേഖനം 1:15 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഈസ് ദ ഇമേജ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഇമേജാണ്. ദൈവം അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്തിന്റെ ഒരു പ്രതിമ, ഒരു ഇമേജ്. ആ ഇമേജാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അദൃശ്യനായ ദൈവം നോക്കുക, ഇബ്രാഹിം നബിക്ക് വെളിപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് തീയുടെ നടുവിൽ. അപ്പോൾ ഈ ദൈവം എങ്ങനെയാണ് വെളിപ്പെട്ടത്? മനുഷ്യന്റെ അടുത്ത് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്വപ്നത്തിലൂടെ, ഒരു സൗണ്ടിലൂടെ, അല്ലെങ്കിൽ ഒരു ദൂതനിലൂടെ. ഒപ്പം തന്നെ ദൈവം നേരിട്ട് അഭിമുഖമായി സംസാരിച്ചു അബ്രഹാമിനോട് തീയുടെ നടുവിൽ നിന്ന്. അപ്പൊ അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരു ദൃശ്യമായ ഒരു അവതരണം അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് ദൃശ്യമായ ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പുത്രൻ എന്നുള്ളത്, അയച്ചു എന്നുള്ള പദപ്രയോഗം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു. പിതാവ് അയച്ചു എന്ന് പറഞ്ഞാൽ പിതാവ് തൻ്റെ ഇമേജ് ഭൂമിയിലേക്ക്, ഞാൻ എൻ്റെ ഇമേജ് അതിനകത്ത് അയക്കുന്ന ആ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 2, യേശുക്രിസ്തുവിന്റെ സൃഷ്ടിപ്പ് നോക്കുക. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതീകം, സർവ്വസൃഷ്ടിക്ക് ആദ്യം. എന്നിട്ട് പറയാണ് സ്വർഗത്തിലുള്ളത്. യേശു സൃഷ്ടിച്ചത് എന്തൊക്കെയാന്ന് പറയാം. സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായതും അദൃശ്യമായതും. അയക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇമേജ് അവിടെ കൊണ്ടുക എന്നാ പറഞ്ഞത്. നേരത്തെ അയക്കൽ നമ്മൾ നേരത്തെ ഒന്ന് ചർച്ച ചെയ്തിരുന്നത്. അഹിയ ഷലാഹിനി അലേക്ക്, അഹിയ എന്നവനാണ് എന്നെ നിങ്ങളിലേക്ക് അയച്ചത്. മോശ പ്രവാചകനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ മോശ പ്രവാചകനും ദൈവം അല്ല, ഇമേജ് സെൻഡ് ചെയ്തല്ലോ. ഇനി ആ ഇമേജ് തകർത്ത ദൈവം ഇല്ലാതെ ആവുമോ? എവിടെയാണ് നിങ്ങളെ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. ഏകസത്യമായ ദൈവത്തിന് പറയുന്ന യഹോവ എന്ന നാമം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നതെന്ന് വളരെ വിദഗ്ധമായി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അയക്കുക എന്നുള്ള പദത്തിലേക്ക് എത്തി. ഈ നമ്മളിവിടെ അയക്കൽ ചർച്ച ചെയ്തിട്ടില്ല. ഏകസത്യ ദൈവമായ യഹോവയ്ക്ക് ഉപയോഗിച്ച നാമം യേശു ക്രിസ്തുവിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ്.
അവിടെ എൻ്റെ ഇമേജ് അയച്ചോ, ആ ഇമേജ് തകർത്താൽ പിന്നെ ദൈവം ഇല്ലാതെ ആയോ? അതൊന്നും ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ബൈബിളിൽ എവിടെ അയക്കുക എന്ന് പറഞ്ഞാലും അതൊക്കെ ഇമേജ് സെൻഡ് ചെയ്ത പോലെയാണോ? അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ ചർച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏകസത്യ ദൈവം എന്ന അർത്ഥത്തിൽ ഏകസത്യ ദൈവത്തിന് ഉപയോഗിച്ച നാമം ഉപയോഗിച്ചിട്ടുണ്ടോ? രണ്ടാമത്, മൗലികമായി സമ്പൂർണമായ ഇല്ലായ്മയിൽ നിന്ന് യേശു ക്രിസ്തു സൃഷ്ടിച്ചത് എന്ത് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഇപ്പോഴും ഉത്തരം പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് യഹോവ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. മൂന്നാമത്തേതായി ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തു വെക്കുകയാണ്. വളരെ വ്യക്തമായി യേശുക്രിസ്തുവിൻ്റെ സമകാലികർ ആരെങ്കിലും അദ്ദേഹത്തെ ദൈവം എന്ന് ഏകസത്യ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നാമം വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ? സമകാലികര യോഹന്നാൻ 17:3 ഏകസത്യ ദൈവത്തിന് യഹോവ എന്ന് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഏകസത്യ ദൈവം യഹോവയാണെന്ന് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഏകസത്യ ദൈവം യഹോവയാണെന്ന് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ അവിടെ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന എന്നുള്ള പദം ചർച്ച ചെയ്തപ്പോൾ മോശ അയക്കപ്പെട്ടു എന്ന് പറഞ്ഞതും അതും തമ്മിൽ അദ്ദേഹം തുലനം ചെയ്തു. അവിടെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നോക്കുക, അപ്പം മോശയെ അയച്ചത് ഇത് തമ്മിൽ അദ്ദേഹം തുലനം ചെയ്തുകൊണ്ട് നമ്മുടെ ചർച്ച വേറൊരു വഴിക്ക് തിരിച്ചുവിടുകയാണ്. ഇവിടെ യേശുവിനെ പിതാവ് അയച്ചത് എങ്ങനെയാണ്? ആ അയച്ച വാക്ക് ഗ്രീക്കിൽ എന്താണ്? ആ വാക്ക് പ്രകാരം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുക, അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. 15-16 വാക്യത്തിൽ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സകലവും, വേറെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം, സ്വർഗത്തിലുള്ളതെല്ലാം, ഭൂമിയിലുള്ളതെല്ലാം, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, എല്ലാത്തിൻ്റെയും സൃഷ്ടകർത്താവ് യേശുവാണെന്ന് ബൈബിൾ അസന്നിഗ്ധമാം വിധം വെളിപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, ഈ കൊലോസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയാണ്, യേശുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ സർവസമ്പൂർണതയും, പ്ലെറോമ, പാന്തോ പ്ലെറോമ. നോക്കുക, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ഇത് യേശുവിനെ തൊട്ട് കണ്ടറിഞ്ഞ ആളുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി യേശുവിൽ വസിക്കുന്നു. ദൈവത്തിന്റെ സർവസമ്പൂർണത എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് എന്താ ഉള്ളത്? ചിന്തിക്കുക. അതുകൊണ്ട് നോക്കുക, യേശു സൃഷ്ടാവാണ്. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. സകലതും അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സൃഷ്ടാവായ കർത്താവാണെന്നുള്ളത് നോക്കുക. കർത്താവെ, എബ്രായ ലേഖനത്തിലും നമുക്ക് തത്തുല്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അപ്പൊ ഭൂമി നിർമ്മിച്ചത് ആരാണ്? യേശുവാണ്. വളരെ വ്യക്തം. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അത് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സർവ്വസമ്പൂർണത ദേഹരൂപത്തിൽ യേശുവിൽ വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സമ്പൂർണത ഇപ്പം എത്ര ഉണ്ടാകുക? അടികൊള്ളുക, കരയുക, പിന്നെ പീഡിപ്പിക്കപ്പെടുക, വിശക്കുക, വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ഈ സർവ്വസമ്പൂർണത ഉണ്ടായപ്പോഴുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് വളർന്നാൽ ഇപ്പോൾ ദൈവമാകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ദൈവത്തുമൊക്കെ എത്തിയിട്ടില്ല. ചോദ്യം മുമ്പ് മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോശൻ അയക്കണേക്ക് പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി. നിങ്ങൾ വരുത്തിയതല്ലേ, സെൻഡ് ചെയ്യുക, ഇമേജ് സെൻഡ് ചെയ്യുക, ആരാ ചർച്ച ഇട്ടത്? എൻ്റെ ചോദ്യം അതൊന്നും ആയിരുന്നില്ലല്ലോ സഹോദര. വളരെ വ്യക്തമായി ഞാൻ ചോദിച്ചത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏകസത്യ ദൈവത്തിന് ഉപയോഗിച്ച യഹോവ എന്ന നാമം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ്. നിങ്ങളതിന് മറുപടി പറഞ്ഞില്ല.
ഇതുവരെ പറഞ്ഞില്ല. എൻ്റെ വിഷയാവതരണം മുതൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ആ ചോദ്യം ചോദിക്കാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നുന്നു. പിന്നെ അതെ, ശരിയാണ്, നേരത്തെ അതിന് മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം സമ്പൂർണമായ ഇല്ലായ്മയിൽ നിന്ന് യേശു ക്രിസ്തു സൃഷ്ടിച്ച ഒരു വസ്തുവിൻ്റെ പേര് പറയാൻ പറഞ്ഞു. യേശു ക്രിസ്തു സൃഷ്ടിച്ച് അവൻ മുഖാന്തിരം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹു സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ്. മുത്ത് നബി മുഖാന്തരമാണ് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. യേശു ക്രിസ്തു സൃഷ്ടിച്ചു എന്ന് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. അവൻ മുഖാന്തരം ദൈവമായ പിതാവായ യഹോവ സൃഷ്ടിച്ചതിനെ കുറിച്ചല്ല ചർച്ച. യേശു ക്രിസ്തു സൃഷ്ടിച്ചോന്നാണ്. മൂന്നാമത്തെ ചോദ്യം ഞാൻ ആവർത്തിച്ചു. സമകാലികരായ ആരെങ്കിലും ഏകസത്യ ദൈവത്തിന്റെ നാമം ഉപയോഗിച്ച് യേശു ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല. 4ാമത്തെ ചോദ്യം ഞാൻ എൻ്റെ ചോദ്യാവസരമായതുകൊണ്ട് ആവർത്തിക്കുന്നു. 4ാമത്തെ ചോദ്യം ചോദിക്കുന്നു. ബഹുമാന്യനായ യേശു ക്രിസ്തുവിന്റെ ഏതെങ്കിലും വാക്കുകളിൽ അദ്ദേഹം സ്വയം ദൈവികത അവകാശപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ റെഡ് ലെറ്റർ ബൈബിൾ ഉണ്ട്. ഇത് മറിച്ചു നോക്കിയാൽ യേശു ക്രിസ്തു പറഞ്ഞ പരാമർശങ്ങൾ മാത്രം റെഡ് ലെറ്റർ ആയിട്ട് ഇതിൽ പരാമർശിച്ച് കാണാം. വളരെ സുഖമാണ് പരിശോധിക്കാൻ. എവിടെയെങ്കിലും യേശു ക്രിസ്തു സ്വന്തം വാക്കുകളിൽ താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? നോക്കുക, മൻമോഹൻ സിംഗ് ആണോ എന്ന് അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഇരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തിന്റെ പേര് ബഹുമാനപ്പെട്ട, ഇപ്പം ഞങ്ങളിവിടെ സംബോധന ബഹുമാനപ്പെട്ട സജീർ. അപ്പോൾ ആളുകൾ എന്ത് വിളിക്കുന്നു? അദ്ദേഹത്തിന്റെ പേര് സജീർ എന്നുള്ള പേര് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് യഹോവ രക്ഷകൻ എന്നുള്ള പേര് ഓൾറെഡി എന്തുണ്ട്? യേശുവിനുണ്ട്. അപ്പൊ അതാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. യോഹന്നാൻ 5:44 അത് ഞാൻ വ്യക്തമാക്കി. എൻ്റെ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അംഗീകരിക്കുന്നില്ലെന്നാണ് അവിടെ വ്യംഗ്യാർത്ഥം. അപ്പൊ അതുകൊണ്ട് തൻ്റെ പേര് നോക്കുക, നമ്മൾ വ്യവഹരിക്കുന്ന ഭാഷയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഉച്ചരിച്ചില്ലെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ അങ്ങോട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിവിശേഷം ദൈവമാണോ എന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? ദാത്തും സിഫാത്തും. സത്ത എന്താണ്, അതുപോലെ തന്നെ സിഫാത്ത് എന്താണ്, ഗുണങ്ങൾ എന്താണ്. അപ്പൊ യേശു ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെതായ ഗുണഗണങ്ങൾ യേശുവിൽ കാണാനായിട്ട് സാധിക്കുമോ? അദ്ദേഹം ഇപ്പോൾ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞു. താൻ്റെ ദൗത്യം നോക്കുക, ഭൂമിയിൽ നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് 17-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു, ലോകം ഉണ്ടാകും മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. ലോകം ഉണ്ടാകും മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എന്താണ്? ഞാൻ വ്യക്തമാക്കി, ദൈവരൂപത്തിലിരിക്കെ എന്ന് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തോടുള്ള സമത്വം. യോഹന്നാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ ദൈവമായിരുന്നു. ഈ കൂടെ എന്നുള്ള പദം വിശദീകരിക്കാൻ കുറച്ച് സമയം ആവശ്യമാണ്. അതാണ് യോഹന്നാൻ 1:18 ആ കൂടെ എന്ന് പറയുന്നത് എന്താണ്? മടിയിലിരിക്കുന്ന പുത്രൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മടിയിലിരിക്കുന്ന പുത്രൻ. എന്ത് ഈ മടി എന്ന് പറഞ്ഞാൽ? നോക്കുക, ദൈവത്തെക്കുറിച്ച് നമ്മളൊരു കാര്യം വ്യവഹരിക്കുമ്പോൾ അതിന് ഒത്തിരി പരിമിതികളുണ്ട്. ലോജിക്കലായിട്ട് ഒത്തിരി പരിമിതികളുണ്ട്. ഈ ദൈവത്തിന്റെ ഏകത്വം വിവരിക്കാൻ സാധിക്കുമോ? ഒത്തിരി പരിമിതികൾ അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് യേശു വ്യവഹാര ഭാഷയിൽ പറഞ്ഞു അവന്റെ മടിയിലിരിക്കുക. മടിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂസ്. ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാർവിടം എന്നാണ്. ക്രിവേസ്. എന്താണ് മാർവിടം? ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ ആത്മാവ് എവിടെ ഇരിക്കുന്നത്? ഞാൻ എന്ത് പറയും? എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ, എൻ്റെ മാർവിടത്തിൽ, ഭൂസം. അപ്പൊ യേശുവിടെ പറയാണ് കൂടെ എന്നുള്ള പദം യോഹന്നാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ. അതുപോലെ തന്നെ വലതുഭാഗം, സർവശക്തന്റെ വലതുഭാഗം എന്നുള്ള പ്രയോഗം പുതിയ നിയമത്തിലുടനീളം കാണാൻ സാധിക്കും. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ മൂപ്പര് ഉത്തരം പറയായിരുന്നു ഇതുവരെ കണ്ടത്. പക്ഷെ ഇപ്പൊ മൂപ്പര് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ മടിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്താ പറയാ? അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരത്തിൽ ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഉത്തരം, പ്രധാനമന്ത്രി ഞാൻ മൻമോഹൻ സിംഗാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. നമ്മൾ അങ്ങോട്ട് മൂപ്പര് പ്രധാനമന്ത്രി എന്ന് പറയണം. വേറെ രാജ്യത്ത് പോയിട്ടൊക്കെ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അയാൾ ദ അംബാസഡർ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ തൻ്റെ ഇടയില്ലാത്ത ഒരാൾ ഇവിടുന്ന് അംബാസഡറാക്കി പറഞ്ഞേക്കരുത്. ഏറ് കിട്ടും. ഞാനത് ആരെയും കളിയാക്കാൻ വേണ്ടി പറയല്ല. യേശു ക്രിസ്തുവിൻ്റെ ദൈവികത സമൂഹം അംഗീകരിക്കണോ? അദ്ദേഹം വന്നിട്ട് പറയണം ഞാൻ ദൈവമാണെന്ന്.
ഞാനിവിടെ സജീർ ബുഖാരി എന്ന് പറഞ്ഞ ഒരാൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ട് ഞാൻ പുറത്തു നിന്നാണ്ട് ഞങ്ങൾ വിക്രുവല്ലെന്ന പോലെ സുബാനുള്ള പറഞ്ഞ പോലെ ഞാൻ സജീറാണെന്ന് പറയണ്ട. അതിനർത്ഥമല്ല. വന്നിട്ട് പറയണം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന, നിങ്ങളുമായി ഒപ്പിട്ട് ധാരണയിലെത്തിയ, നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി വന്ന ആളാ ഞാൻ. എന്നെ അറിയാത്തവർക്ക് ഞാനത് പരിചയപ്പെടുത്തണം. പരിചയപ്പെടുത്തിയില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഇവിടെ കയറ്റിയിരുത്തി, അല്ലെങ്കിൽ പുറത്താക്കൂല്ലേ സഹോദരന്മാരെ? യേശുക്രിസ്തു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടില്ല? എൻ്റെ വിശദീകരണത്തിൽ, എൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ തൻ്റെ ആ സമുദായത്തിലേക്ക് എന്ത് ദൗത്യമായിട്ടാണോ വരുന്നത് അത് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ അർഹിച്ച പരിഗണന കിട്ടില്ല. യേശുക്രിസ്തു സ്വയം ദൈവമായിട്ട് മൂപ്പർക്ക് ദൈവമാണെന്ന് തുറന്ന് പറയാനുള്ള തൻ്റെ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഒരുപക്ഷേ നമ്മൾ ഇന്ന് പലരും അംഗീകരിക്കാത്തതെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ 4 ചോദ്യം ഞാൻ ആവർത്തിച്ചു. എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി വന്നിട്ടില്ല. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയുന്നു. എൻ്റെ അവസാനത്തെ അവസരമായതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിശ്വസിച്ചാൽ അവൻ അവിശ്വാസിയാണ്. യേശുക്രിസ്തുവിനെ പ്രവാചകൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രവാചകത്വ പദവി അംഗീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അവൻ അവിശ്വാസിയാണ്. പ്രവാചകൻ എന്ന മഹത്തായ പദവി അത് ബൈബിൾ അംഗീകരിച്ചതാണ്, ഞങ്ങളത് അംഗീകരിക്കുന്നു. അത് മാനുഷികമായ വ്യക്തിത്വത്തെ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത്. ഇത് പേപ്പറാണ് ഞാൻ കണ്ടിട്ട്, ഇതിപ്പോൾ പ്ലാസ്റ്റിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിശ്വസിക്കുമോ? രണ്ടും കൂടെ ഒപ്പം എങ്ങനെ ആകല്? അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ മുൻപ് കൂട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തമായി നമുക്കറിയാം, അല്ലേ പിടിച്ച് പുറത്താക്കുമായിരുന്നു. യേശു വന്നപ്പോൾ അതുകൊണ്ടാണ് യേശു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് മുമ്പ് കൂട്ടി എന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മുമ്പ് കൂട്ടി രേഖപ്പെടുത്തിയ രേഖകൾ അടിസ്ഥാനപ്പെടുത്തി പഴയ നിയമം അനുസരിച്ച് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, യെശയ്യാവ് 40, സെക്കര്യാവ് 12-ാം അധ്യായം വായിച്ചു നോക്കുക. ഒത്തിരി ഭാഗങ്ങൾ ഉദ്ധരിക്കാനുണ്ട്, സമയം ചുരുക്കൊണ്ട് ഞാൻ പറയട്ടെ. വ്യക്തമായിട്ട് യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്ന് മാലാഖി പ്രവചനം 3-ാം അധ്യായം ചേർത്ത് വായിക്കുക. അവിടെ യോഹന്നാൻ സ്നാപകൻ, ഇവിടെ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണ്? അദ്ദേഹമാണെന്ന്, ഈ വന്ന സജീർ ആണ് അതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് നോക്കുക, യേശു ഒരു മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ദൈവം മനുഷ്യരൂപത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അവർ തെളിവ് ചോദിക്കുന്നത്, തെളിവ് ചോദിക്കുകയാണ്. നോക്കുക, ഞാനൊരു പെട്ടെന്നൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഒരു ഉറുമ്പുണ്ടെന്നിരിക്കട്ടെ, ആ ഉറുമ്പിന് ഞാനൊരു വഴി കാണിക്കണം. ഉറുമ്പിന് വഴി കാണിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഈ മനുഷ്യനെന്നുള്ള പ്രഭാവത്തിൽ അതിനോട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ കൈ കൊണ്ട് ചെന്ന് അതിനോട് തൊട്ടാൽ അത് പരക്കം പായും, അത് അപകടത്തിലേക്ക് പോകും, അതിന് മനസ്സിലാകത്തില്ല എൻ്റെ ലാംഗ്വേജ്. സർവശക്തനായ ദൈവമാണെങ്കിൽ, കഴിവുള്ള ദൈവമാണെങ്കിൽ എന്ത് ചെയ്യും? നോക്കുക, ഒരു ഉറുമ്പായി തീരും. ഉറുമ്പായി തീർന്നാൽ എന്താ സാധിക്കുന്നത്? അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം നമ്മളെന്ത് പറയും? സ്വാഭാവികമായിട്ട് ആ ഉറുമ്പെന്ന് പറയും, നീ വെറും ഉറുമ്പല്ലേ, നീ ദൈവമാണെങ്കിൽ നിന്റെ കഴിവൊക്കെ ഒന്ന് തെളിയിക്ക്. നോക്കുക, അതാണ് യേശുവിനെ സംബന്ധിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടനെ അടയാളം ചോദിക്കുകയാണ്, അത്ഭുതം ചോദിക്കുകയാണ്. നീ അങ്ങനെ ആണെങ്കിൽ എന്താണ് അടയാളം? നോക്കുക, അതാണ് അടയാളങ്ങളുടെ അടയാളങ്ങളായി പല അടയാളങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യേശു വ്യക്തമായി ദൈവമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് വേറെ ആരും ഉദ്ധരിച്ച് യോഹന്നാൻ തോമസ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, യേശുവിനെ നോക്കി വിളിക്കുകയാണ്. തെറ്റായ ഒരു കാര്യമാണെങ്കിൽ അപ്പം തന്നെ യേശു അവിടെ തിരുത്തും. എൻ്റെ തോമസേ, ഞാൻ ദൈവവും കർത്താവും അല്ല. നോക്കുക, അതൊരിക്കലും ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ല, ആശ്ചര്യ സെന്റൻസ് അല്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിച്ചാൽ അതിൻ്റെ 3-ാമത്തെ കൽപ്പന, മൂന്നാം കൽപ്പന, ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. അപ്പോൾ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിട്ടല്ല തോമസ് ഉപയോഗിക്കുന്നത്. വളരെ വ്യക്തമായി മനസ്സിലാക്കിയ തൻ്റെ ശിഷ്യന്മാർ വിളിക്കുകയാണ്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ അംഗീകരിച്ചു. എന്തുകൊണ്ട്? മുൻപ് കൂട്ടി പറഞ്ഞിട്ടാ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞതുപോലെ മുൻപ് കൂട്ടി പറഞ്ഞിട്ട് വന്ന നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഇരുന്ന് ചിന്തിച്ചതായിരിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ ദൈവീകത, യേശുക്രിസ്തു ദൈവമല്ല,
യേശുക്രിസ്തു ദൈവമാണ്. ഈ രണ്ട് കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളുമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. അതിനോടുള്ള ബന്ധത്തിൽ ചോദ്യങ്ങൾ റൈസ് ചെയ്യപ്പെട്ടു, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകപ്പെട്ടു. എന്നാൽ തൃപ്തികരമായ നിലയിൽ ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ഒരു കൂട്ടവും, അതോടൊപ്പം തന്നെ പറയേണ്ട ഉത്തരങ്ങൾ പറഞ്ഞു എന്ന് മറുകൂട്ടരും അവകാശപ്പെട്ട് അത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഈ ഡയലോഗിൽ എത്രമാത്രം അതിൻ്റെ വ്യക്തതയോടുകൂടെ എത്തി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം ഇതൊരു വലിയ വാസ്റ്റായിട്ടുള്ള വിഷയമാണ്. രണ്ട് കൂട്ടരും അവരുടേതായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ വിശ്വാസത്തെ സ്ഥാപിക്കുന്ന ആ കാര്യങ്ങളിൽ ശക്തമായി വീറോടെ വാദിക്കുന്ന ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റേതായിരിക്കുന്ന ഡയലോഗ് അവസാനിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് തുടർന്ന്